ഇനി ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. പാലക്കാടും നേരിയ ഭൂചലനം. പുലർച്ചെ 3:55ഓടെയാണ് തൃത്താല, തിരുമിറ്റക്കോട്, ആനക്കര ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെ രാവിലെ ഭൂചലനം അനുഭവപ്പെട്ട സമാന മേഖലകളിൽ തന്നെയാണ് ഇന്നും ഭൂചലനം അനുഭവപ്പെട്ടത്. തൃത്താല, തിരുമറ്റക്കോട്, ആനക്കര ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. പുലർച്ചെ 3:55ഓടുകൂടി ഭൂചലനം ഉണ്ടായതായാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇന്നലത്തെ അത്ര ഒരു പ്രകമ്പനം ഇന്ന് ഉണ്ടായിരുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഒരു നേരിയ ഭൂചലനം മാത്രമാണ് ഉണ്ടായത്. ഇന്നലെ പകൽ സമയത്തായതിനേക്കാൾ കുറച്ചുകൂടി അനുഭവപ്പെട്ടു എന്ന് ആളുകൾ പറയുന്നുണ്ട്. കാരണം പുലർച്ചെയാണ്, ആളുകളെല്ലാം ഉറങ്ങുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം, മുഴക്കം എല്ലാം കുറച്ചുകൂടി അധികമായി കേട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രദേശത്ത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. അവരും പറയുന്നത് പ്രദേശവാസികൾ ജാഗ്രതയിലേക്ക് മാറേണ്ട ഒരു കാര്യം നിലവിൽ ഇല്ല എന്നാണ്. പക്ഷേ ഈ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ ഇന്ന് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്ബാൽ, ഇപ്പോൾ തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഈ പാലക്കാടിന്റെ വിവിധ മേഖലകളിൽ ഭൂചലനം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ടാകുമല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള അധികൃതരുടെ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ടോ? പ്രധാനമായും അറിയിപ്പുകളായി പുറത്തു വന്നിട്ടില്ല. ഇന്നലെ ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്കയെ തുടർന്നാണ് ഇന്നലെ ഉടൻ തന്നെ ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെട്ട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് പ്രദേശത്തേക്ക് എത്തി പരിശോധന നടത്തിയത്. അവർ ഈ ഭൂചലനം ഉണ്ടായ എല്ലാ മേഖലകളിലും എത്തി പരിശോധന നടത്തുകയായിരുന്നു. ഒരു വീടുകളിലും കാര്യമായ ഒരു വിള്ളലോ അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ല എന്ന് പരിശോധനയ്ക്കിടയിൽ വ്യക്തമായി. ഇതിനെ തുടർന്നാണ് ജനങ്ങൾ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കേണ്ടി വരും എന്നായിരുന്നു അറിയിച്ചത്. പക്ഷേ ഇന്നലെ ഉണ്ടായതിനേക്കാൾ വളരെ ചെറിയ രീതിയിലുള്ള ഒരു തീവ്രത മാത്രമേ ഇന്ന് പുലർച്ചയോട് ഉണ്ടായ ഈ ഭൂചലനത്തിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രദേശത്ത് തുടർ പരിശോധനകൾ ഉടൻ തന്നെ ഉണ്ടാകും.